മുഖ്യമന്ത്രി വി.ഡി. സതീശനുള്ള ചോദ്യങ്ങൾ തുടരുക തന്നെയാണ്. ഇനി മേനോൻ സാറേ എന്ന് വിളിക്കണം എന്നാകുമോ കവി ഉദ്ദേശിച്ചതെന്ന് പരിഹസിച്ച് പി. സരിൻ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പരിഹാസവുമായി CPM നേതാവ് പി. സരിൻ. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പേരിനൊപ്പം ജാതി വാലും വന്നതിനെയാണ് സരിൻ പരിഹസിച്ചത്. ദാമോദരൻ, ഉണ്ണിമകൻ, ദിൽമാൻ, ഇടക്കൊച്ചിയെ ജനങ്ങൾ ഡ്യൂഡെന്ന് വിളിച്ചതുപോലെ ഇനി മേനോൻ സാറേ എന്ന് വിളിക്കണം എന്നാകുമോ കവി ഉദ്ദേശിച്ചത് എന്നാണ് പി. സരിൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ എന്ന് പറഞ്ഞായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. സതീശന്റെ പേരിൽ ഇതുവരെയില്ലാത്ത ജാതിവാൽ എവിടെ നിന്നാണ് വന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ സംസാരമുണ്ടായിരുന്നു. സതീശൻ മുഴുവൻ പേര് പറഞ്ഞതിലല്ല പ്രശ്നമെന്നും ഇത്രകാലമില്ലാത്ത മേനോൻ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്നുമാണ് വിമർശനം. ഈ പേരിലല്ല മത്സരിച്ചതെന്നും MLA ആയിരുന്നപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തതും ഈ പേരിലല്ലെന്നും വിമർശകർ ഉന്നയിക്കുന്നു. ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോണും വിമർശനം ഉന്നയിച്ചിരുന്നു. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ അതുമതി എന്നാണ് കുറിപ്പ്. എന്നാൽ അച്ഛനമ്മമാരുടെ പേര് മാറ്റാൻ സാധിക്കുമോ എന്നാണ് സതീശനെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം. മാതാപിതാക്കൾ നൽകിയ പേരിനെ അവർ സ്വീകരിച്ചു. വി.ഡി. സതീശൻ മാത്രമാണോ സ്വന്തം പിതാവിൻ്റെ പേര് ഇനിഷ്യലായി ഉപയോഗിക്കുന്നത് എന്നാണ് സതീശനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. CPM വേട്ടയാടിയ തന്നെ പോലെയുള്ളവരെ പൊരുവയിലത്ത് നിർത്തി റെനിയെ കയറ്റിവിട്ടതാര്? കഴിഞ്ഞ 10 വർഷം കോൺഗ്രസിനായി തന്നെപ്പോലെ ജീവനും ജീവിതവും നൽകി ജയിലിൽ കിടന്നവർ ദൂരെ നിന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുമ്പോൾ ആൻ ജോർജ് എന്ന ഒരു യൂട്യൂബ് റീൽ മോഡൽ മാത്രമായ സ്ത്രീയെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് കയറ്റിവിട്ടത് ആരാണെന്ന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈലി. ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ മറന്ന് ഇവരെ പോലുള്ളവരെ ഓർക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. LDF സർക്കാരിനെതിരെ സമരം ചെയ്തും CPMന്റെ തല്ലുകൊണ്ടും വീടുകൾ കയറി വോട്ട് ചോദിച്ച് കിട്ടിയതാണ് ഈ മന്ത്രി കസേരകളെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കൂക്കി വിളിച്ചതിൽ പ്രതികരിച്ച് നടി റെനി ആൻ ജോർജ് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നിഖിൽ പൈലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചില കുലംകുത്തികൾ ഓരിയിട്ടു എന്നാണ് റെനി ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കിടെയാണ് റെനിയെ കോൺഗ്രസ് പ്രവർത്തകർ കൂവിയത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ദേശീയ നേതാക്കളെ അടുത്ത് കാണാനും സംസാരിക്കാനുമുള്ള അവസരം ലഭിച്ചു. ഇതെല്ലാം കണ്ട് കണ്ണുകടിയുണ്ടായ ചില കുലംകുത്തികൾ ഓരിയിട്ടു. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ അപ്പോൾ തന്നെ അവഗണിക്കുകയും ചെയ്തു എന്നാണ് റെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കൂവിയത് കോൺഗ്രസ്സുകാരാണെന്ന് കരുതുന്നില്ലെന്നും കോൺഗ്രസ്സുകാർ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നും റെനിയുടെ പോസ്റ്റിലുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചാണ് റെനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യപ്രതിജ്ഞയ്ക്ക് വന്ന എന്നെ കോൺഗ്രസ്സുകാർ ആട്ടിയോടിച്ചെന്ന് പറയുന്നവർക്ക് ചിത്രം സമർപ്പിക്കുന്നുവെന്നും റെനി എഴുതി. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് റെനി. നേരത്തെ ഒരു അഭിമുഖത്തിനിടെ റെനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് രാഹുലിനെതിരായ ഓഡിയോ സന്ദേശങ്ങൾ പുറത്തുവന്നതും പീഡനത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും.